ബാർക്കുമോർ ബഹുമാനപ്പെട്ട വൈദികര്, നമ്മളെ വീക്ഷിക്കുന്ന എല്ലാവർക്കും വന്ദനം. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. അലീന, ലിജോ, പോൾ, ജേക്കബ് മൽപ്പാൻ, ഷിബു അച്ഛൻ പുലയത്ത്, ലിജോ തോമസ്, രമ്യ നൈനാൻ, പ്രിൻസ്, ജേക്കബ് ഈശോ, ഷാജി ബെന്നി, ബിന്നി പി ജോൺ, ശ്യാംകുട്ടി മാത്യു, കുര്യാച്ചൻ പുളിമൂട്ടിൽ കുരുവിള, സിജോ ജോൺ ജോർജ്, എബ്രഹാം കെ ജോൺ, ബാബു ചെറുവള്ളിൽ, സിബി മാത്യു, ജോർജ് ഒറീസ്, ലിജോ തോമസ്, ആൽഫസ് ആന്റണി, ദിലീപ് കുര്യൻ, റേ ഗ്രേസ്, സിജോ ജോൺ ജോർജ്, സിബു ചിനി, ബിബി വട്ടീരത്ത്, തോമസ് പുന്നൂസ്, ജെയിംസ് ജോസഫ്, ഫാദർ ഷാജി ദാരിയൽ തറയിൽ, റേ ഗ്രേസ്, ജോർജ് വർഗീസ്, സനീഷ് എബ്രഹാം, ജോസ് മാത്യു, വിനു ജോസഫ്, പോൾ സി മാണി, ഫിലിപ്പ് സ്റ്റീഫൻ തെങ്ങുംതറയിൽ, അലക്സി മുല്ലുള, ജേക്കബ് ഐസക്, ജോസ് മാത്യു, നെപ്പോളിയൻ തൃശൂർ, കുന്നുംപറമ്പിൽ ആൻഡ്രൂസ്, സിബി തോമസ്, ദിലീപ് വർഗീസ്, ജേക്കബ് ദാനിയൽ, എസ് ഷെട്ടി, കുര്യാക്കോസ് പുഞ്ചമണ്ണിൽ, ഫ്രാൻസിസ് ജോസഫ് കണ്ടത്തിൽ, ഫിനി രാജു ഹൂസ്റ്റൺ, രാജു ഗീതു, ഷവലിയാർ തോമസ് ദാനിയൽ, ജോൺസൺ മലയിൽ, ജാക്സൺ കുറ്റിക്കാട്ട്, ലിജോ ജോൺസൺ, പ്രദീപ് മാത്യു, നിജു ജോർജ്, ഉണ്ടപ്ലാക്കൽ ജോസ് കുട്ടി, ബ്ലസി ജെയിംസ് ചാക്കോ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ. ഞാൻ പേര് ജോസഫ് ആന്റണി. പേര് പറയാൻ സാധിക്കാത്തവർക്കും എല്ലാവർക്കും വന്ദനങ്ങൾ. നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ എപ്പിസോഡുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷം? ഇത് എൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഞാൻ 26 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച ആളാണ്. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് അവിടെ എല്ലാം അവസാനിപ്പിക്കുകയല്ലായിരുന്നു. ഞാൻ അന്വേഷിക്കുകയായിരുന്നു, ആരായുകയായിരുന്നു. ഞാൻ സ്വയം ആരാഞ്ഞു, ഞാൻ ദൈവത്തോട് ആരാഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് വന്ന ദൈവദാസന്മാരോട് ആരാഞ്ഞു. ചിലയിടത്ത് മൗനമായിരുന്നു മറുപടി, ചിലയിടത്ത് ധാരാളം വെളിപ്പാടുകളുടെ കലവറയായിരുന്നു. അപ്പൊ അതിലൂടെ ഞാൻ സഞ്ചരിച്ചു. ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾ, പ്രധാനമായ ഒരു ദൈവശാസ്ത്ര ചോദ്യമാണ് ക്രിസ്തു എന്തിനാണ് മരിച്ചത്? ആ ചോദ്യത്തിന് യുക്തിസഹവും സംതൃപ്തിദായകവുമായ ഒരു ഉത്തരം തരുവാൻ പെന്തക്കോസ്ത് ലോകത്ത് ഒരു വ്യക്തിക്കും കഴിഞ്ഞില്ല. ക്രിസ്തു മരിച്ചതുകൊണ്ട് നമ്മുടെ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടും എന്ന് യുക്തിവാദികളും ചോദിക്കാൻ തുടങ്ങി. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ ആ ചോദ്യം സോഷ്യൽ മീഡിയയുടെ ചുവരുകൾ തോറും മാറ്റൊലി കൊള്ളുകയാണ്. സോഷ്യൽ മീഡിയയിലെ ഓരോ യുക്തിവാദിയുടെയും ഫേസ്ബുക്ക് പുറങ്ങളിൽ ആ ചോദ്യം പെന്തക്കോസ്ത് വിശ്വാസികളെ നോക്കി പല്ലിളിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ അനേക പെന്തക്കോസ്ത് യുവജനങ്ങൾ നിരീശ്വരവാദത്തിന്റെ നിലയില്ലാത്ത നീർക്കയങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നത് നിസ്സഹായതയോടെ ഞാൻ നോക്കിയിരുന്നു. അതിനെതിരെ പ്രതികരിക്കുവാൻ, അവരെ കൈപിടിച്ചുയർത്തുവാൻ, സത്യവിശ്വാസത്തിന്റെ ദുർഗത്തിൽ അവരെ സൂക്ഷിക്കുവാൻ, ക്രിസ്തീയ അടിത്തറ എന്ന ഉന്നതമായ പാറയിൽ അവരെ സ്ഥിരമാക്കുവാൻ ആർജവത്വമുള്ള ഒരൊറ്റ വ്യക്തിയും പെന്തക്കോസ്തിൽ നിന്ന് മുന്നോട്ട് വന്നില്ല. എന്തുകൊണ്ട് പെന്തക്കോസ്ത് ദൈവശാസ്ത്രം യുക്തിചിന്തയുടെയും സാധാരണ മനുഷ്യന്റെ ചോദ്യങ്ങളുടെയും മുമ്പിൽ പതറിപ്പോകുന്നു, ഇടറിപ്പോകുന്നു, തകർന്നു വീഴുന്നു? ഇതെന്നെ അസ്വസ്ഥപ്പെടുത്തി. കാരണം ഏറ്റവും തീവ്രതയുള്ള, സത്യസന്ധതയുള്ള, ദൈവകൃപയുള്ള, ദൈവത്തിന്റെ അംഗീകാരമുള്ള ഒരു വിശ്വാസിയായി, ഒരു വിശുദ്ധനായി, ഒരു പ്രസംഗകനായി, സർവോപരി ഒരു പെന്തക്കോസ്തുകാരനായി ഈ ഭൂമിയിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ
യുക്തിചിന്തയുടെ ഉരകല്ലിന്റെ മുമ്പിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാത്ത, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പാഴുപദേശമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വീണ്ടും എൻ്റെ പഠനങ്ങൾ മുൻപോട്ട് ഞാൻ കൊണ്ടുപോയി. എന്താണ് സത്യവിശ്വാസം? പെന്തക്കോസ്ത് പ്രസംഗകർ നിരന്തരമായി പ്രസംഗിക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗുണ്ട്. ആ ക്ലീഷേ ഡയലോഗ് ഇതാണ്: ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. ഇതൊരു മതമല്ല എന്ന് പെന്തക്കോസ്തുകാർ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഇത് മതമല്ലെങ്കിൽ, മതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ കാണുന്നുണ്ട്. പക്ഷെ പിന്നെയും അത് മതമല്ലെന്ന് പറയുന്നു. മതമല്ലെങ്കിൽ പിന്നെ എന്താണ്? മാനവികതയായിരിക്കണം. ഞങ്ങളുടേത് മതമല്ല. മതമല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം? മാനവികതയായിരിക്കണം. വിശ്വസാഹോദര്യം, വസുദൈവ കുടുംബകം, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. മതമാണെങ്കിൽ അത് എക്സ്ക്ലൂസീവാണ്. അപ്പൊ ഞാൻ പിന്നെയും ചിന്തിച്ചു, ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ കാലത്തും ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്, എൻ്റെ വിശ്വാസ ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ആണെങ്കിൽ ആ യേശുക്രിസ്തു സ്ഥാപിച്ച ആ സഭ എങ്ങനെ എക്സ്ക്ലൂസീവ് ആകും? അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്ത വിധത്തിൽ ഗതികെട്ട് നിൽക്കും? അതെന്നെ ചിന്താധീനനാക്കി. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മനുഷ്യർക്ക് വിജ്ഞാനവും വിവേകവും ലോകപരിചയവും വർദ്ധിച്ചപ്പോൾ, ശാസ്ത്രം പുരോഗതി നേടിയപ്പോൾ, പഴഞ്ചനായി പോകുന്ന, ചവറ്റുകൊട്ടയിൽ എറിയപ്പെടേണ്ട ഗതികേടിൽ വരുന്ന ഒരു മതസംഹിതയോ ഒരു തത്വസംഹിതയോ ആണെങ്കിൽ അത് നിശ്ചയമായും ദൈവത്തിൽ നിന്നുള്ളതാകാൻ വഴിയില്ല. കാരണം ദൈവം കാലാതീതനാണ്. ദൈവം ആദിയെങ്കിൽ തന്നെ അവസാനത്തെ കാണുന്നവനാണ്. സോ ആദിയെങ്കിൽ തന്നെ അവസാനത്തെ കാണുന്ന സർവജ്ഞാനിയായ ദൈവം, ആ ദൈവത്തിന്റെ പുത്രൻ സ്ഥാപിച്ച സഭയാണെങ്കിൽ അതിന്റെ ഉപദേശങ്ങൾ കാലഹരണപ്പെടുകയില്ല. പക്ഷേ ഇവിടെ ഒന്നൊന്നായി കാലഹരണപ്പെട്ടു പോകുന്ന ഉപദേശ സംഹിതകളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ, ദൈവമാണെങ്കിൽ ഈ ഉപദേശം ഈ തരത്തിലല്ല വരേണ്ടത്. ഒന്നുകിൽ യേശുക്രിസ്തു ദൈവപുത്രനല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉപദേശം ആയിരിക്കില്ല, അല്ലെങ്കിൽ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അവിടെയാണ് ഞാൻ അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം എന്നെ കൊണ്ട് എന്ന് എത്തിച്ചത് ആദിമ സഭാപിതാക്കന്മാരുടെ വിശ്വവീക്ഷണങ്ങളിലേക്കും അവരുടെ ലോകദർശനങ്ങളിലേക്കും ദൈവശാസ്ത്ര വിചിന്തനങ്ങളിലേക്കുമാണ്. അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസിന്റെയും ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെയും അഫ്രാഹാത്തിന്റെയും ഒക്കെ രചനകളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഇറ്റ് വാസ് റിയലി എ ബാപ്റ്റിസം വിത്ത് their philosophy and their theology. ആ പിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിലും തത്വചിന്തയിലും ലോകവീക്ഷണത്തിലും ഒരു പുതിയ മാമോദിസ ഞാൻ സ്വീകരിച്ചു. ആ പുതിയ മാമോദിസായോടെ ഞാൻ എഴുന്നേറ്റ് ലോകത്തെ നോക്കിയപ്പോൾ എനിക്ക് പുതിയൊരു ദർശനം കിട്ടി. ആകെ റിഫ്രഷ് ആയ ഒരു അനുഭവം. യേശു ദൈവപുത്രനെന്ന് ഏത് ശാസ്ത്ര വിദ്യാർത്ഥിയുടെ മുമ്പിലും, ഏത് താർക്കികന്റെ മുമ്പിലും, ഏത് തത്വചിന്തകന്റെ മുമ്പിലും, ഏത് യുക്തിവാദിയുടെ മുമ്പിലും ഉറപ്പിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ എന്നെ സഹായിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് എന്നിൽ തന്നെ അഭിമാനമുണ്ടായി. ഞാൻ വിശ്വസിച്ചത് തെറ്റല്ല, കർത്താവ് സാക്ഷാൽ ദൈവപുത്രനാണ്. പിന്നീട് ഞാൻ വീണ്ടും ചിന്തിച്ചപ്പോൾ ഈ ഉപദേശം എന്തുകൊണ്ട് വികലമാക്കപ്പെട്ടു, മലിനമാക്കപ്പെട്ടു, ഇതിൽ മായം കലർത്തപ്പെട്ടു?
ഞാൻ വീണ്ടും പഠിച്ചപ്പോൾ സുറിയാനി സഭയുടെ പഴയ പ്രാർത്ഥനകൾ, ഗീതങ്ങൾ, അതിലൂടെയൊക്കെ പോയപ്പോൾ ഈ വലിയ സത്യം അതിൽ മറഞ്ഞു കിടക്കുന്ന നിധി നിക്ഷേപമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. ഇത് അല്ലാതെ പെന്തക്കോസ്ത് സഭയോടോ അതിലെ വിശ്വാസികളോടോ ഉള്ള മത്സരമല്ല. പെന്തക്കോസ്ത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് യഥാർത്ഥ സുവിശേഷമല്ല. അത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ഇത് ആത്മവിമർശനപരമായ ഒരു പ്രസ്താവനയാണ്, അല്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ആണ്ടും മാസവും ഒട്ടേറെ പാപപ്പാഴിരുളിൽ കഴിച്ചു. നമ്മുടെ സുറിയാനി സഭയിലെ വിവാഹ ശുശ്രൂഷയെ പാടുന്നുണ്ട്, നാഥാ ദൂരെ പോകരുതേ, നീയാണെൻ തണലും താങ്ങും. അപ്പം ആണ്ടും മാസവും പാപപ്പാഴിരുളിൽ കഴിച്ചുപോയി. നിങ്ങളും ആ അന്ധതയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇത് മതമല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് മതമല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. മതമല്ലാത്ത സത്യവിശ്വാസം എന്താണെന്ന് നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. പക്ഷെ ഇപ്പം നിർഭാഗ്യവശാൽ നമ്മൾ മതമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, മതമായിട്ടാണ് പ്രസംഗിക്കുന്നത്, മതമായിട്ടാണ് ജീവിക്കുന്നത്. സോ ഇത് മതമല്ല. മതമല്ലെങ്കിൽ ദേശത്തൊരു പകർച്ചവ്യാധി വന്നാൽ ആ പകർച്ചവ്യാധിക്ക് മതമില്ല. ഒരു തുമ്മലാണെങ്കിൽ മുസ്ലിമിന്റെ വീട്ടിൽ തുമ്മിയാൽ അപ്പുറത്ത് ക്രിസ്ത്യാനിന്റെ വീട്ടിൽ തുമ്മും, അപ്പുറത്ത് ഹിന്ദുവിന്റെ വീട്ടിൽ തുമ്മും, കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ തുമ്മും. തുമ്മലിങ്ങനെ നീളാണ്. കാരണം ഈ പകർച്ചവ്യാധിക്ക് മതമില്ല, അതിനെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡിനും മതമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരറിവിനെ കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 3 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മുഴുവൻ സന്ദേശവും കണ്ടെത്താൻ കഴിയും. ഇതിൽ മതമില്ല. മതമില്ലാത്ത ഒരു ഉപദേശം, മതരഹിതമായ ഒരു ഉപദേശം. ഈ രക്ഷ സാർവത്രികമാണ്, സമഗ്രമാണ്, സൗജന്യമാണ്. യേശു കർത്താവ് നൽകുന്ന രക്ഷ സാർവത്രികമാണ്, സമഗ്രമാണ്, സൗജന്യമാണ്. എന്നോട് വിയോജിപ്പുള്ളവർക്ക് പറയാം, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു മാർക്കർ ഉപയോഗിക്കുക, ടിക്ക് ചെയ്യുകയോ ഇൻറ്റു ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യും. ദൈവം മനുഷ്യന് എന്ത് കൊടുത്താലും അത് സൗജന്യമായിരിക്കും, അത് മുഖപക്ഷമില്ലാത്തതായിരിക്കും. ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ, ആ ദാനങ്ങളിൽ ചിലതാണ് സൂര്യപ്രകാശം. ആ സൂര്യപ്രകാശം എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്, ഈക്വലാണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യമാണ്. അതാണ് സാദിഖ്. സാദിഖ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയാണ്. സാദിഖ് എബ്രായ വാക്കാണ്. നമ്മൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട്, സാദിഖ്. അപ്പം ദൈവം മഴ പെയ്ച്ചാൽ ആ മഴ എല്ലാവർക്കും, ഹൈന്ദവന്റെ പറമ്പിൽ പെയ്യും, ക്രിസ്ത്യാനിയുടെ പറമ്പിൽ പെയ്യും, മുസ്ലിമിന്റെ പറമ്പിൽ പെയ്യും, യുക്തിവാദിയുടെ പറമ്പിൽ പെയ്യും. അപ്പൊ ദൈവത്തിന്റെ സാദിഖ്, ദൈവത്തിന്റെ ആ നീതി, മുഖപക്ഷമില്ലായ്മ, ദൈവം അയച്ച പുത്രൻ ഭൂമിയിൽ വന്ന് പ്രസ്താവിക്കുകയാണ്, അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും അയക്കും. അവൻ നീതി കെട്ടവർക്കും നീതിമാന്മാർക്കും സൂര്യനെ ഉദിപ്പിക്കും. അടുത്തത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണൻ ആകുന്നു. ഒരു മുഖപക്ഷവുമില്ല, ഒരു മതത്തിന്റെ പരിഗണനയുമില്ല. സഭയുടെയോ മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ പരിഗണന കൂടാതെ ദൈവം തന്റെ ദാനങ്ങളെ മനുഷ്യർക്ക് വർഷിക്കും. അപ്പൊ യേശുക്രിസ്തു ഇൻട്രൊഡ്യൂസ് ചെയ്ത ദൈവം അങ്ങനൊരു ദൈവമാണ്. അങ്ങനൊരു ദൈവത്തെ അല്ല നിർഭാഗ്യവശാൽ ഞാൻ ഉൾപ്പെട്ടു നിന്ന വിഭാഗം വിശ്വസിച്ചതും പ്രചരിപ്പിച്ചതും.
മറിച്ച് ഗോത്രദൈവ സങ്കല്പം. ഗോത്രദൈവം എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഗോഡാണ്. മൗണ്ടൻ ഗോഡ്, മലദൈവങ്ങൾ, മലംകുട്ടിച്ചാത്തൻ അങ്ങനെയൊക്കെ പറയുന്ന, അതായത് തങ്ങളുടെ ഗോത്രത്തെ അനുഗ്രഹിച്ചു, തങ്ങളുടെ കൃഷികളെ അനുഗ്രഹിച്ചു, തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ തങ്ങളുടെ പക്ഷത്ത് നിന്ന് തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, തങ്ങളുടെ പൂജകളും കാഴ്ചകളും സ്വീകരിച്ച് തങ്ങൾക്ക് വേണ്ടി അതിൽ പ്രീതിയായി തങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ലോക്കൽ ഗുണ്ട എന്ന നിലയിലുള്ള ഒരു ദൈവസങ്കല്പമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളി പെന്റക്കോസ്റ്റ് വിഭാഗത്തിലെ വിശ്വാസികളും പാസ്റ്റർമാരും ബൈബിൾ കോളേജ് അധ്യാപകരും, നിങ്ങൾ സ്വയം പരിശോധിക്കണം. ശരിയാണോ തെറ്റാണോ? നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പ്രാദേശിക ദൈവത്തിലാണ്. സകല മനുഷ്യരുടെയും ദൈവം, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, കൃപാലുവായ ആ ദൈവത്തെ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഞാനത് മാറി, അത് നിർത്തി. അപ്പൊ ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16. ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. അപ്പൊ സ്നേഹത്തിന് ഒരു ഒബ്ജക്റ്റ് വേണം. സ്നേഹിക്കുന്ന ഒരാൾ വേണം, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണം, സ്നേഹമെന്ന വെർബ് വേണം. അപ്പൊ സ്നേഹം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 ഘടകങ്ങൾ വേണം. മിനിമം 3 ഫാക്ടേഴ്സ് ഉണ്ടാകണം. ലവ് ചെയ്യുന്നയാൾ ലവർ, ലവ് ചെയ്യപ്പെടുന്നയാൾ ബിലവഡ്, ചെയ്യപ്പെടുന്ന ആക്ഷൻ ലവ്, സ്നേഹം. ഗോഡ് ഈസ് ലവ്. ഹൂ ലവ്ഡ് ഹൂ? സോറി, അത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ ആണ്. ഹൂ ലവ്ഡ് ഹൂം? ആരെ സ്നേഹിച്ചു? ഈവൻ ബിഫോർ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്. ഈ ലോകത്തൊരു ധൂളിയെങ്കിലും ഉളവാകുന്നതിന് മുമ്പ്, എല്ലാ ക്രിയേഷനും മുമ്പ്, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ദൈവം സ്നേഹം ആയിരുന്നു. ദൈവം സ്നേഹമായി തീർന്നു എന്നല്ല, ഗോഡ് ഈസ് ലവ്. എല്ലാ കാലത്തേക്കും ദൈവം സ്നേഹമാണെങ്കിൽ ഹൂ ലവ്ഡ് ഹൂ? ഹൂ ലവ്ഡ് ഹും? അമേരിക്കൻ ഇംഗ്ലീഷിൽ ഹും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഹൂ ലവ്ഡ് ഹൂ? ആരെ സ്നേഹിച്ചു? ഫാദർ ലവ് ദ സൺ. അതുകൊണ്ടാണ് ബിലവഡ് എന്ന് വിളിക്കുന്നത്. ബിലവഡ്, സണ്ണിന്റെ പേരാണ് ബിലവഡ്. മൈ ബിലവഡ്, ഹിസ് ബിലവഡ് സൺ, ഓൺലി ബിഗോട്ടൺ സൺ. പിതാവ് പുത്രനെ സ്നേഹിച്ചു. ആ സ്നേഹം, ആക്ഷൻ, ആ ആക്ട് ഓഫ് ലവ്, ആ സ്നേഹപ്രവാഹമാണ് പരിശുദ്ധ റൂഹ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവം നിത്യനായി ത്രിയേകനായി നിലകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഇതാണ് സഭയുടെ വിശ്വാസം, ഇതാണ് ചാരിത്രിക വിശ്വാസം, ഇതാണ് ഹിസ്റ്റോറിക് ഫെയ്ത്ത്. അപ്പൊ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് മഹത്വപ്പെടുത്തുകയാണ്. ഏത്? ദൈവം സ്നേഹമാകും. അതാണ് ദൈവത്തിന്റെ സാക്ഷാൽ സത്യസ്വരൂപം. ആ സ്വരൂപം നഷ്ടപ്പെട്ട മനുഷ്യനെ ആ സ്വരൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തന്റെ പുത്രനെ അയച്ചു. നിർമ്മലമാ
നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടുവാൻ. സുവിശേഷം പറയുമ്പോൾ എവിടെയാണ് സുവിശേഷം പറയുന്നത്? യഥാർത്ഥ സുവിശേഷം. അപ്പം അതാണ് നമ്മൾ റോങ് ഗോസ്പലും ട്രൂ ഗോസ്പലും, റെഗുലർ ഗോസ്പലും ഗ്ലോറിയസ് ഗോസ്പലും. ഇപ്പൊ ഗോസ്പൽ ഓഫ് വർക്ക് ആൻഡ് ഗോസ്പൽ ഓഫ് പ്രോമിസ്, ഗോസ്പൽ ഓഫ് പെർഫോമൻസ്, ഗോസ്പൽ ഓഫ് പ്രോമിസ്. അപ്പൊ യഥാർത്ഥ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ, അൺആൾട്ടേർഡ് ഗോസ്പൽ, പ്യുവർ ഗോസ്പൽ, അൺടാമ്പേർഡ് ഗോസ്പൽ, അൺഡിഫൈൽഡ് ഗോസ്പൽ, മലിനപ്പെടാത്ത സുവിശേഷം. ആ സുവിശേഷം എവിടെയാണ് കാണാൻ കഴിയുന്നത്? ആ സുവിശേഷം വിശുദ്ധ പൗലൂസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഒറിജിനൽ സുവിശേഷം കാണുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, നിങ്ങൾ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷം വായിക്കേണ്ടത് എഫേസ്യ ലേഖനത്തിലാണ്. എഫേസ്യ ലേഖനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ എന്ന് പറഞ്ഞാണ് അനേകർ സുവിശേഷം പ്രസംഗിക്കുന്നത്. നോ 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 നോ, അവർ ഗോസ്പൽ is not from cross of Calvary. It is not from 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്നല്ല അത് തുടങ്ങുന്നത്. അത് ഏദൻ തോട്ടത്തിൽ, നോ നോ നോ, ഏദൻ തോട്ടത്തിലല്ല ഈ സുവിശേഷം തുടങ്ങുന്നത്. ഏദൻ തോട്ടത്തിലല്ല. അപ്പൊ ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങുന്ന സുവിശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ തുടങ്ങുന്ന, കാൽവരിയുടെ കൊലക്കളം എന്നൊക്കെ പറഞ്ഞുള്ള ആ സുവിശേഷം നോ നോ നോ. റിയൽ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ എവിടെ തുടങ്ങുന്നു എന്നറിയാമോ? ഗ്ലോറിയസ് ഗോസ്പൽ സ്റ്റാർട്ട്സ് ബിഫോർ ദ ഫോൾ ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ആരംഭിക്കുന്ന സുവിശേഷം. അതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ 3 വാക്യങ്ങളാണ് ഗ്ലോറിയസ് ഗോസ്പൽ. This is true gospel. When it has happened, even before the fall of the universe. അത് ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പ്. പക്ഷെ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റബെല്ലോ എന്ന വാക്കാണ്. കാറ്റബെല്ലോ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥാപനം എന്നല്ല, വീഴ്ച എന്നാണ്. മോർ കറക്റ്റ് മീനിങ്. അപ്പം വീഴ്ചയ്ക്ക്, കാരണം സ്ഥാപനം, ഫൗണ്ടേഷൻ എന്നതിന് തെമലിയോസ് എന്ന ഗ്രീക്ക് വാക്കുണ്ട്. ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ സ്ഥാപനമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ലോകത്തിന്റെ വീഴ്ച. അപ്പൊ ലോകത്തിന്റെ വീഴ്ച, പ്രപഞ്ചത്തിന്റെ വീഴ്ച, അപ്പൊ യൂണിവേഴ്സിന്റെ വീഴ്ച. എന്ത് വീഴ്ചയാണ്? ദൈവത്തിൽ നമുക്കുണ്ടായിരുന്ന ആ ഇമേജിനെ നമ്മൾ തെറ്റിദ്ധരിച്ചു, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. നമുക്ക് എന്തുണ്ടായിരുന്നു? എലോഹീമിന്റെ ഇമേജ് ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സ്വരൂപം നമുക്കുണ്ടായിരുന്നു. എന്താണ് ദൈവത്തിന്റെ സ്വരൂപം? ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു. ദിസ് ഈസ് ഗോസ്പൽ. ദിസ് ഈസ് സോ സിമ്പിൾ ബട്ട് സോ സ്വീറ്റ്. ദിസ് ഈസ് ഗ്ലോറിയസ്. അപ്പൊ ഈ ശ്രേഷ്ഠമായ സുവിശേഷം പറഞ്ഞാൽ മതത്തിന്റെ കച്ചവടം നടക്കത്തില്ല. ശ്രേഷ്ഠമായ സുവിശേഷം ആളുകളെ പല കളങ്ങളിലാക്കി കച്ചവട ചരക്കുകളാക്കി വിൽക്കാൻ കഴിയത്തില്ല. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ച സത്യവിശ്വാസം. ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് അവർ ജീവനെ കൊടുത്തത്. ഗ്ലോറിയസ് ഗോസ്പൽ. God found us in Christ, but he lost us in Adam. ദൈവം ക്രിസ്തുവിൽ നമ്മെ കണ്ടു. എപ്പോൾ? സകലത്തിനു മുമ്പ് ക്രിസ്തുവിൽ ദൈവം നമ്മെ കണ്ടു. പക്ഷേ ആദാമിൽ ദൈവത്തിന് നമ്മെ നഷ്ടപ്പെട്ടു. ആദാമിൽ നഷ്ടപ്പെട്ട നമ്മെ തിരഞ്ഞ് രക്ഷിക്കേണ്ടതിന്, അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എവിടെയാണിത് കാണാതെ പോയത്? ആദാമിൽ കാണാതെ പോയത്, ആദാമിൽ നഷ്ടപ്പെട്ടു പോയത്. വാട്ട് വാസ് ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്?
വാസ് ദാറ്റ് എ ഫെയിലിയർ? ക്രിസ്തുവിന്റെ ദൗത്യം എന്തായിരുന്നു? ക്രിസ്തു പരാജിതനോ? വെസ്റ്റേൺ ഗോസ്പൽ, പാശ്ചാത്യ സുവിശേഷ പ്രകാരം ക്രിസ്തു പരാജിതൻ. സ്റ്റിൽ ഇറ്റ്സ് എ ബിഗ് സീറോ, എ അട്ടർ ഫെയിലിയർ. ബട്ട് ഈസ്റ്റേൺ ഗോസ്പൽ അനുസരിച്ച് ക്രൈസ്റ്റ് ദ വിക്ടോറിയസ്, ക്രൈസ്റ്റസ് വിക്ടർ. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓർത്തഡോക്സ് തിയോളജി. ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു ജയാളി എന്നുള്ളതാണ്. ക്രിസ്റ്റസ് വിക്ടർ. പരാജിതനായ ക്രിസ്തുവിനെ നിലവിളിച്ച് സേവിക്കുന്ന പരാജിതരുടെ കൂട്ടമായ പാശ്ചാത്യ സുവിശേഷത്തിൽ നിൽക്കണമോ, ജയാളിയായ ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്ന പൗരസ്ത്യ വിശ്വാസത്തിൽ നിൽക്കണമോ? ക്രിസ്തു ജയാളി, ക്രൈസ്റ്റസ് വിക്ടർ. അപ്പൊ യേശു കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? കാണാതെ പോയതിനെ തിരഞ്ഞു കണ്ടെത്താൻ, കാണാതെ പോയതിനെ അന്വേഷിക്കാൻ. ആഹാ, ആരാണ് കാണാതെ പോയത്? ചോദിക്കാം അവനോട്, എവിടെ വെച്ചാണ് കാണാതെ പോയത്? എപ്പോഴാണ് കാണാതെ പോയത്? മറുപടി പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ. കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ കാണാതെ പോയതാണ്. ഇപ്പൊ പറയുന്നത് എന്താ? മരിച്ചെന്ന്. അതെ, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയതിനെ ബൈബിൾ ഭാഷ്യത്തിൽ മരിച്ചു എന്നാ പറയും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. കർത്താവ് വന്നത് തെരഞ്ഞു രക്ഷിപ്പാനാണ്. അപ്പൊ എത്ര പേരെ കണ്ടെത്തി? എത്ര % സക്സസ് ആണ്? നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ദൈവം സർവശക്തനാണെന്ന്. അത് വിശ്വസിക്കുന്ന ഏക സഭ ഓർത്തഡോക്സ് സഭയാണ്. നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് അതിന്റെ ലിറ്റർജിയിൽ പ്രഖ്യാപിക്കുന്ന ഏക സഭാവിഭാഗം ഓർത്തഡോക്സ് സഭാവിഭാഗമാണ്. കാരണം 99 ആലയിൽ നിൽക്കുമ്പോൾ ആ 99 വിട്ടിട്ട് കാണാതെ പോയിരിക്കുന്ന ഒന്നിനെ കൂടെ തെരഞ്ഞ് 100% ആക്കുന്ന ഒരു ദൈവത്തെയാണ് യേശു കർത്താവ് വരച്ചു കാണിച്ചിരിക്കുന്നത്. 100% കുറഞ്ഞ് ഒന്നിലും സാറ്റിസ്ഫൈഡ് ആകാത്ത ആ യേശു കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തി സമഗ്രമാണ്, സമ്പൂർണമാണ്, സാർവത്രികമാണ്, സൗജന്യമാണെന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ അതിന്റെ പ്രാർത്ഥനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദാമിനെയും അവന്റെ സർവ്വസന്തതികളെയും അവൻ രാജ്യാവകാശികൾ ആക്കി തീർത്തിരിക്കുന്നു. It is a done deal. അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോടു ബന്ധിച്ചിടുവാൻ. ഫെയ്ത്ത്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഫെയ്ത്ത് ഹാപ്പൻസ്. വിശ്വാസം നമ്മിൽ സംഭവിക്കുകയാണ്. അതിനും നമ്മൾ കാരണമല്ല. അതിനും നമ്മൾ കാരണമല്ല. ഇറ്റ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹം. അതാണ് എഫേസ്യ ലേഖനം 1 പറയുന്നത്. We were appointed by the love of God. ദൈവത്തിന്റെ സ്നേഹത്താൽ നാം നിയമിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹത്താൽ. That is glorious gospel. Not because of human faith, but because of divine love. സ്വർഗീയ സ്നേഹത്താൽ. Not by human faith. അപ്പൊ ഹ്യൂമൻ ഫെയ്ത്തിന്റെ സുവിശേഷമുണ്ട്. ഇറ്റ് ഈസ് ഓറിയന്റഡ് ബൈ ദ ഹ്യൂമൻ ഫെയ്ത്ത്.
ആന്ത്രോപോസെൻട്രിക് ഗോസ്പൽ, മനുഷ്യ കേന്ദ്രീകൃത സുവിശേഷം. പക്ഷേ നമ്മുടെ സുവിശേഷം തിയോസെൻട്രിക് ഗോസ്പൽ, ദൈവ കേന്ദ്രീകൃത സുവിശേഷം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഗോഡ് ഈസ് ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. അവനാണ് കാരണഭൂതൻ. അവനാണ് കാരണഭൂതൻ. നമുക്ക് ലോകത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ്, ആ കാറ്റാബെല്ലോയ്ക്ക് മുമ്പ് ദൈവത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഇന്നസെൻസ്, ബിക്കോസ് വി വെയർ ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. നാം ദൈവത്തോട് മുഖാമുഖമായിരുന്നു. വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ഇന്നസെൻസ് ഇൻ ആദാം. ആ നിഷ്കളങ്കത ആദാമിൽ നഷ്ടപ്പെട്ടു. ആ നിഷ്കളങ്കത റിഡീംഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുയേശുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നാം നിഷ്കളങ്കരാകേണ്ടതിന്. ക്രിസ്തുവിൽ നാം വീണ്ടും ദൈവത്തോട് മുഖാമുഖം. അതാണ് നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. അവന്റെ ട്രൂ ഇമേജ്, നമ്മുടെ ട്രൂ ഇമേജ് എന്താണെന്ന്, നമ്മുടെ ട്രൂ എസൻസ് എന്താണെന്ന്, മനുഷ്യവർഗത്തിന്റെ ട്രൂ എസൻസ് എന്താണെന്ന് ക്രിസ്തുവിൽ തിരിച്ചറിയുക. ആ മനുഷ്യവർഗത്തിന്റെ ട്രൂ എസൻസ് ഏതാണ്? ദാറ്റ് ഈസ് ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഇമേജ്, അവന്റെ ഛായ, അവന്റെ സാദൃശ്യം. അതിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് ആ സാദൃശ്യം? അതാണ് സ്നേഹം. ആ സ്നേഹത്തിന്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്നതാണ് എൻലൈറ്റ്മെന്റ്. അതാണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും തിരിച്ചറിയുന്നതാണ് നിത്യജീവൻ. അത് ആര് തിരിച്ചറിയുന്നോ അതിന് മതം പ്രശ്നമല്ല, അതിന് ജാതി പ്രശ്നമല്ല, അതിന് വിഭാഗം പ്രശ്നമല്ല, അതിന് അസോസിയേഷൻ പ്രശ്നമല്ല, അതിന് നിന്റെ മെമ്പർഷിപ്പ് പ്രശ്നമല്ല. ദാറ്റ് ഈസ് എൻലൈറ്റ്മെന്റ്. നമ്മുടെ സ്വരൂപം എന്താണെന്ന്, യഥാർത്ഥ മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്. അതാണ് യേശു പറഞ്ഞത്. യേശുവിന്റെ വചനങ്ങളെല്ലാം അടിച്ചു പരത്തി വളച്ചൊടിച്ച് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനാണ്. ആ ക്രിസ്തുവിലൂടെ കിട്ടിയ ആ പ്രവേശനം, ദൈവസന്നിധിയിൽ ഫേസ് ടു ഫേസ് ആകാനുള്ള ആ പ്രവേശനം, ആ പ്രവേശനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ നീതി. നമ്മള് റോമാലേഖനം 1:17 നമ്മൾ വായിക്കുന്നത്, ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാതെ റോമാലേഖൻ 1:17 നമ്മൾ വായിക്കുന്നത്, ഈ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷം എന്തിനുള്ള ദൈവശക്തിയാണ്? ദൈവത്തിന്റെ നീതിയെ ഒരു വെളിപ്പാടായിട്ട് നമ്മൾ ഗ്രഹിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു റെവലേഷൻ കൊണ്ടുവരുന്ന ശക്തി. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, അത് എബ്രായ ഭാഷയിൽ സാധിക്കാം. ഈ സാധിക്കുന്ന വാക്ക് നിങ്ങളിപ്പം ഹീബ്രു ലെക്സിക്കണൊക്കെ പരിശോധിച്ചാൽ, ഈ സാധിക്കുന്ന വാക്ക് ചാരിറ്റി എന്ന് ഒരുപാട് സ്ഥലത്ത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ സ്നേഹം. ചാരിറ്റി നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, മനസ്സിലായോ? എല്ലാ മനുഷ്യരും ഇപ്പൊ ഈ സിനിമാ നടന്മാരൊക്കെ ചാരിറ്റി നടത്തുകയാണ്. കാരണം ആ ലോസ്റ്റ്നെസ്, ആ നഷ്ടപ്പെട്ടത്, നമുക്ക് നഷ്ടപ്പെട്ടതിലേക്ക് തിരികെ പോകാനുള്ള ഒരു ചെറിയ പരിശ്രമം, ചെറുത്, അതിന്റെ ഫുൾനെസ്സിലേക്ക് പോവുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൈവികത, ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്ന്. ഇൻ ഹിം we can see the fullness of God in bodily form. അപ്പൊ ദൈവത്തിന്റെ സർവസമ്പൂർണതയും
അവനിൽ ദേഹരൂപമായി കുടികൊള്ളുന്നു. ആരിലാണ്? ക്രിസ്തുവിൽ. ക്രിസ്തു എന്ത് ചെയ്തു? ഒന്നും പിടിച്ചു വെച്ചില്ല. ഈ ലോകത്ത് അവൻ സകലതും കൊടുത്തു, തന്റെ പ്രാണനെയും കൊടുത്തു. അപ്പൊ തങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതാണ് ട്രൂ ഇമേജ് ഓഫ് ഗോഡ്. ഇത് ഭൂമിയിൽ പഠിപ്പിക്കുന്നത് ഓർത്തഡോക്സി മാത്രമാണ്. ഓർത്തഡോക്സ് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഓർത്തഡോക്സ് ഇതാണ്. ദിസ് ഈസ് ദ ട്രൂ ഓർത്തഡോക്സി ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അപ്പൊ ഈ സാദിഖ് എന്നാ ഞാൻ പറഞ്ഞല്ലോ, അത് നീതിയാണ്. പക്ഷെ അത് തർജ്ജിമ ചെയ്തിരിക്കുന്നത് ചാരിറ്റി എന്നാണ്. സ്നേഹം, ഉപവിപ്രവർത്തികൾ, സ്നേഹം, ചാരിറ്റി. അപ്പൊ ചാരിറ്റി എന്ന് തർജ്ജിമ ചെയ്ത് പറയുന്നത് ഈ സാദിഖ് അതൊരു തടിക്കട്ടയാണ്. തടിക്കട്ടയാണ്, തൂക്കുകട്ട. നമുക്കറിയാം തൂക്കുകട്ട. ഈ ആമോസിന്റെ പുസ്തകമൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് അറിയാം തൂക്കുകട്ട പിടിച്ചിരിക്കുന്നത്. ആ തൂക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ കെട്ടുമ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കെട്ടുമ്പോൾ നമ്മൾ ഓരോ കട്ടയും നേരെയാണോ, ഓരോ കട്ടയും നേരെയാണോ എന്ന് പരിശോധിക്കുന്ന തൂക്കുകട്ട. അപ്പൊ അതൊക്കെ വെച്ചാണ് നമ്മൾ ദൈവശാസ്ത്രം ഉണ്ടാക്കുന്നത്, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ നേരെ തൂക്കുകട്ട പിടിക്കും എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ സ്കെയില്, നമ്മൾ മുഴക്കോല് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ നേരെയാണോ നോക്കുന്ന തടിക്കട്ട്. ഇപ്പൊ സാദിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് മീനിങ് ചെല്ലുമ്പോൾ ഒരു തടിക്കട്ട കാണാം. അതൊരു ടീച്ചർ അല്ലെ ഒരു റബി. ആ റബി വെക്കുന്ന ഒരു നുഖമാണ്. ആ റബിയുടെ ടീച്ചിങ് ഉണ്ട്, ആ ടീച്ചിങ്ങിനോട് ചേർന്ന് പോവുക. അപ്പം ആ നുഖം കഴുത്തിൽ വെക്കുകയാണ്. ടീച്ച് ചെയ്യുക, പരിശീലിപ്പിക്കുക, ആ അർത്ഥത്തിലുണ്ട്. അപ്പൊ ഈ സാദിഖിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നോട് പഠിച്ചുകൊള്ളുക, എന്റെ നുഖം മൃദുവും എന്റെ ഭാരം ലഘുവുമാകുന്നു. എന്റെ നുഖം മൃദുവും എന്റെ ഭാരം ലഘുവുമാകുന്നു. കാരണം ദാറ്റ് ഈസ് സോ ഈസി, എന്നെ പോലെ ആവുക. ക്രിസ്തുവിന്റെ ആ ഇമേജ്, ക്രിസ്തുവിലാണ് യഥാർത്ഥ മനുഷ്യനെ കാണുന്നത്. ദൈവം ഒറിജിനലി ദൈവത്തിൽ സൃഷ്ടിച്ച, അതായത് ഈ കാറ്റബലോയ്ക്ക് മുമ്പ്, പ്രപഞ്ചത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ദൈവം ക്രിസ്തുവിൽ കണ്ട ആ നിഷ്കളങ്കതയെ ക്രിസ്തുവിലൂടെ റിഡീം ചെയ്തിട്ട്, ആ റിഡീം ചെയ്ത ആ നിഷ്കളങ്കതയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അവിടെയാണ് ഈ റൈറ്റസ്നെസ് അഥവാ നീതി. അപ്പൊ അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പം റൈറ്റസ്നെസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഗ്രീക്കിലാണ് ഡിക്കായ്സൂനെ എന്നാണ് വായിക്കുന്നത്. അതിന്റെ റൂട്ടിൽ ഡിക്കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവതയാണ്. ഡിക്കായ് എന്ന് പറഞ്ഞ ദേവത നമുക്കറിയാം, കണ്ണ് കെട്ടിയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ത്രാസും പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് നീതി. ഇംഗ്ലീഷ് ഭാഷയിൽ വരുമ്പം റൈറ്റിയസ്നെസ്, അത് നമ്മൾ പിരിച്ചെഴുതിയാൽ റൈറ്റ് വൈസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ചില മോഡേൺ പെന്റക്കോസ്റ്റൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചുകളിലെ ഉപദേശിമാർ പ്രസംഗിക്കുന്നുണ്ട്, റൈറ്റിയസ്നെസ് മീൻസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. റൈറ്റിയസ്നെസ് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. No one can stand before God like that. Righteousness means not right standing. Righteousness means right wiseness. Right wiseness means right understanding, not right standing. Right understanding. Right understanding about what has happened. What has happened. And right understanding. അപ്പൊ അതുകൊണ്ടാണ് ഈ സുറിയാനി സഭയിലെ ആരാധനയ്ക്കകത്ത് നമ്മൾ കേൾക്കും സ്തൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം നല്ലവണ്ണം നിൽക്കണം എന്നാണ്. നാം നല്ലവണ്ണം നിൽക്കണം എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് ഹാവ് എ റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. ദാറ്റ് ഈസ് ദ റിക്വയർമെന്റ്. നാം നല്ലവണ്ണം നിൽക്കണം. ഈ നീതീകരണത്തെ കുറിച്ച് ഈ പറയുന്ന റൈറ്റസ്നെസ്, റൈറ്റ് സ്റ്റാൻഡിങ്. ഹൗ ക്യാൻ വി സ്റ്റാൻഡ് ബിഫോർ ഗോഡ്? നോ. അപ്പോഴാണ് അവിടുന്ന് ആഹ്വാനം വരികയാണ്. സ്തൗമൻ കാലോസ്, പ്രതിവാക്യം എന്താണ്? കുറിയേലൈസോൻ എന്ന് പറഞ്ഞാൽ ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ us, കർത്താവേ കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അത് ഗ്ലോറിയസ് ഗോസ്പലിനെ പ്രൊക്ലൈം ചെയ്യാണ്. എന്നിൽ യാതൊരു നന്മയും അവശേഷിക്കുന്നില്ല, എന്നിൽ യാതൊരു
കഴിവും അവശേഷിക്കുന്നില്ല. എൻ്റെ ഒരു എഫോർട്ടും ഇതിന്റെ പിന്നിൽ ഇല്ല. ഇതെല്ലാം എവറിത്തിങ് ഹാസ് ഹാപ്പൻ because of your mercy, because of your grace, because of your love. അതാണ് പറയുന്നത് കുറിയ ലൈസോൻ. ഈ ഭൂമിയിൽ മനുഷ്യന് പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വാക്കാണ്. ഇതിനേക്കാൾ മികച്ചൊരു വാക്കില്ല. സോ അത് ഞാൻ പലപ്പോഴും ലൈവ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒരു മടുപ്പില്ല പറയുകയാണ്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോഴൊക്കെ കാർ ഓടിക്കുമ്പോഴോ പാത്രം കഴുകുമ്പോഴോ കറി കരിയുമ്പോഴോ ബെഡ് സെറ്റ് ചെയ്യുമ്പോഴോ എപ്പോഴും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്പോഴൊക്കെ പറയാൻ പറ്റും ഒരു പ്രാർത്ഥനയാണത്. കുറിയ ലൈസോൻ. അത് സുറിയാനി സഭയിലെ ഒരു പ്രതിവാക്യമാണ്. ആക്ച്വലി അതിന്റെ റൂട്ട് ഗ്രീക്ക് ഭാഷയാണ്. പക്ഷെ അത് കോപ്റ്റിക് സഭയും സുറിയാനി സഭയുമായിട്ടുള്ള അതുപോലത്തെ കൊടുക്കവാങ്ങലുള്ളത് കൊണ്ട് അവിടുന്ന് ആ വാക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റിൽ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സിറിയക് ലിറ്റർജി. സോ അത് സുറിയാനി വാക്കായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ കാരണം കൊപ്ര എന്ന വാക്ക് മലയാളം വാക്കാണ്, പക്ഷെ ഇന്നത് ഇംഗ്ലീഷിൽ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഡിക്ഷണറി നിങ്ങൾക്ക് കാണാം. കൊപ്ര എന്ന് പറഞ്ഞാൽ സായിപ്പിനും അറിയാം സാധനം ഡ്രൈഡ് ഷെൽ ഓഫ് കോക്കനട്ട് ആണ്. സോ അത് ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് വന്നിരിക്കുക. ഏതായാലും നമ്മൾ മലയാളികൾക്കും അറിയാം കുറിയ ലൈസോൻ. ഇന്ന് മലയാളത്തിന്റെ ഭാഗമാണത്. കുറിയ ലൈസോൻ മലയാളം നീ കൊണ്ടുപോയി എഴുതിയിട്ടുണ്ട് കുറിയ ലൈസോന്റെ അർത്ഥം. അപ്പൊ കുറിയ ലൈസോൻ എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്. കാരണം അതാണ് ഈ തിരിച്ചറിവാണ്. ഏത് തിരിച്ചറിവാണ്? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. അങ്ങോട്ട് പോവാ. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ ഈ കൊരിന്ത്യ ലേഖനമൊന്നും? തുറന്നു നോക്ക്. 1 കൊരിന്ത്യർ 1:30. 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ, ഓ മൈ ഗോഡ്, തുള്ളിച്ചാടാൻ തോന്നുന്ന വാക്യം. നിങ്ങളോ അവനാൽ ദൈവത്താൽ, ഇത് ദൈവത്താൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. ഇത് ദൈവത്താൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ നമ്മുടെ സുവിശേഷം ഏതാണ്? തിയോസെൻട്രിക് ഗോസ്പലാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഞാനിതൊരിക്കലും ഓർത്തഡോക്സ് അല്ലെങ്കിൽ സുറിയാനി സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. ഓരോ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഇതിൽ അഭിമാനിക്കാം. മതം നിങ്ങൾക്ക് കഴുത്തിൽ വെച്ചിരിക്കുന്ന നുകങ്ങളെ ഇപ്പൊ പൊട്ടിക്ക്. നിങ്ങൾ ആ ട്രൂത്തിലേക്ക് വരിക. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് പറയും യെസ് ആമേൻ. ദൈവമാണ് കാരണഭൂതൻ. ഐ നോ ലോnger subscribe to the anthropocentric gospel. Henceforth I subscribe to the theocentric gospel. ഓ കർത്താവേ, നിന്റെ സുവിശേഷം ഇത് powered by the love of God, glorious gospel, powered by the love of God. But regular Pentecostal gospel അല്ലെങ്കിൽ വെസ്റ്റേൺ ഗോസ്പൽ powered by the faith of man. അപ്പൊ faith of man, powered by faith of man, ആ ഗോസ്പലാണോ നമുക്ക് വേണ്ടത്? അതോ powered by the love of God, സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ച സുവിശേഷം? That happened before the fall of the universe, before ഏതന് മുമ്പ്. അപ്പൊ നമ്മുടെ സുവിശേഷത്തിൽ എന്തില്ല?
നമ്മുടെ സുവിശേഷത്തിൽ പാമ്പില്ല, നമ്മുടെ സുവിശേഷത്തിൽ പാപമില്ല, നമ്മുടെ സുവിശേഷത്തിൽ പഴമില്ല, നമ്മുടെ സുവിശേഷത്തിൽ നോ 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 ഉലക സ്ഥാപനത്തിന് മുമ്പ്, ലോക വീഴ്ചയ്ക്ക് മുമ്പ്, സർവയുഗങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ നിഷ്കളങ്കനായി കണ്ടു കണ്ടു കണ്ടു. ആദാം എന്തു ചെയ്തു എന്നുള്ളതല്ല, ദൈവം എന്തു ചെയ്തു എന്നുള്ളതാണ് സുവിശേഷം. ദാറ്റ് ഈസ് തിയോസെൻട്രിക് ഗോസ്പൽ. ആദാം എന്തു ചെയ്തു എന്നുള്ളതിന്റെ ചുറ്റും കടന്ന് കറങ്ങുന്ന ഗോസ്പൽ ആന്ത്രോപോസെൻട്രിക് ഗോസ്പൽ. നമ്മൾ ആന്ത്രോപോസെൻട്രിക് ഗോസ്പൽ അല്ല, നമ്മൾ തിയോസെൻട്രിക് ഗോസ്പൽ. സശുഭം പോവുക നീ ശിശുവേ. എന്തോ സംഭവം, സ്നാനത്തിൽ സശുഭം നീ പോവുക ശിശുവേ. It's not because of you, ശിശു. It's not because of you, ശിശു. ശിശു. It's not because of your തലതൊട്ടപ്പൻ. It's not because of the priest who performed this mamodisa. It's not because of anyone who presented in that church. No, 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 no. It is because of our God. That is theocentric gospel. That is glorious gospel. സഭയുടെ ഓരോ മാമോദിസായിലും പ്രഘോഷിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ജയം. വിശ്വസിച്ച് സ്നാനപ്പെടണം. പറുദീസയിലാദാം രുചിനോ കാത്ത ഫലം സാമോദം. അപ്പൊ ഇതാണ് 1 കൊരിന്ത്യർ 1:30. അവിടെ പറയാണ്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തുവിലാണ്. എങ്ങനെ? ഹൗ ഇറ്റ് ഹാപ്പൻ? How it happened? എവിടെ സോളാ സ്ക്രിപ്ചറക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ മറന്നുപോയി തോമസ് അലക്സാണ്ടർ. ഞാൻ 26 കൊല്ലം മുമ്പ് കേട്ടാ. നാളും എന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞ് ആനന്ദിച്ചേ. ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. സോറി കേട്ടോ, ഞാൻ ഈ കമന്റ് നോക്കുന്നില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും കാതലായി എഴുതിയിട്ടുണ്ടെങ്കിൽ അഡ്രസ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് നോക്കുന്നു. ഇതൊക്കെ നമ്മുടെ എൻലൈറ്റൻഡ് ഗഡികളുടെ കമന്റുകളാണ്. If Christ wants our faith to save us, then it is a partnership of കൂലിപ്പണിക്കാരൻ ബംഗാളി. നമ്മുടെ ലൈവിൽ കമന്റ് എഴുതുന്നുണ്ടോ? നിങ്ങൾ നോക്കിയാൽ കൂലിപ്പണിക്കാരൻ ബംഗാളി ഇംഗ്ലീഷിൽ കമന്റ് എഴുതുന്നു. ഈ എൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ ഇതിനകത്ത് കമന്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഓർക്കും, ഈ കൂലിപ്പണിക്കാരൻ ബംഗാളി എങ്ങനെ എൻ്റെ ഫ്രണ്ടായെന്ന്. ഈ കൂലിപ്പണിക്കാരൻ ബംഗാളി എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. അങ്ങനെയുള്ള ഐഡിയ ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. പിന്നെ എന്നെ നേരിട്ട് വിളിക്കാൻ ഞാൻ പറഞ്ഞു. നേരിട്ട് വിളിച്ചു. ആള് കൊച്ചിയിലുള്ള ഒരു പ്രധാന പെന്തക്കോസ്ത് സഭയിലെ അംഗമാണ്. ആളുകളൊക്കെ ഉള്ള ഒരു പെന്തക്കോസ്ത് സഭയിലെ. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതാൻ ആഗ്രഹമുണ്ട്. പുറത്ത് ആൾ അറിയരുത്. അതുകൊണ്ടാണ് കക്ഷി ഞാനിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വയലേഷൻ അല്ലെങ്കിൽ
മോശമായിട്ടോ എല്ലാം കമന്റ് വന്നാൽ ഞാൻ ID വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂലിപ്പണിക്കാരൻ ബംഗാളി ദോഷമൊന്നും ചെയ്യത്തില്ല. ഒരു പെന്തക്കോസ്റ്റ് ശബ്ദമാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങളും ഓർത്തഡോക്സ് പെന്തക്കോസ്റ്റുകാരാണ്. So your faith gives you salvation. കൂലിപ്പണിക്കാരൻ ബംഗാളിയുടെ കണ്ണ് തുറക്കുക. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നിങ്ങളെല്ലാം കൂലിപ്പണിക്കാരൻ ബംഗാളിക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പറ്റുമെങ്കിൽ ഫ്രണ്ട്സ് ആകുക. കുഴപ്പമില്ല. കൂലിപ്പണിക്കാരൻ ബംഗാളിക്ക് ഞാൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത ആളാണ്. പെന്തക്കോസ്തുകാരനാണ് തനി. അപ്പം നമ്മൾ വായിക്കുന്ന 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവനാൽ നമ്മൾ ക്രിസ്തുയേശുവിലാണ്. പക്ഷെ കാരണം ആരാണ്? കാരണം അവനാണ്. അതുകൊണ്ടാണ് ശിശുക്കളെ മാമോദിസ മുക്കുന്നത്. എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എന്തെല്ലാം അബദ്ധമാണ്. മാർക്കമോർ അച്ഛന്മാരെ, നിങ്ങൾ ഈ വാക്യം കാണിക്കണം. കാരണം ഇതാണ് സംഭവം. അവനാലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. Who is our wisdom? It is God. Who is our righteousness? Who is our justification? That is God. Who is our holiness? Our holiness is God. നീ വീഡിയോയിൽ നിർത്തുകയല്ല. ഹോളിനെസ് ഈസ് ഗോഡ്. ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, എവരിത്തിങ് ഇറ്റ് ഈസ് ഗോഡ്. ഗോഡ് 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 ഗോഡ്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അല്ലാതെ ഞാൻ ഇന്നതായിരുന്നു, ഞാൻ അത് വിട്ട് ഇങ്ങോട്ട് മാറി, ഞാൻ കള്ളു കുടിക്കുമായിരുന്നു, ഞാൻ ആ കള്ളുകൂടി നിർത്തി, സ്വത്രം, ഞാനിപ്പോൾ നുണവർച്ചിലും തമ്മിൽ തല്ലിക്കലും സഭ വളർത്തലും മാത്രമേ ഉള്ളൂ. ഹാലേലൂയ. ഇതല്ല. നോ. ദാറ്റ് ഈസ് നോട്ട് ഹോളിനെസ്. പ്രശംസിക്കുന്നവൻ ടോട്ടലി കർത്താവിൽ പ്രശംസിക്കുന്ന ഒരു ആരാധനാ ക്രമം ഉണ്ടെങ്കിൽ അത് സുറിയാനി സഭയുടെ ആരാധനാക്രമം. നിങ്ങൾ അവിടെ നോക്കുക, മനുഷ്യനിൽ ഒരു പ്രശംസയില്ല. ഈവൻ വിശുദ്ധന്മാരിൽ പോലും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പണ്ഡിതൻ, ഒരു പ്രമുഖ സഭാ നേതാവ് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണ്ട. അതിന് കുറെ കാരണങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അടുത്ത ദിവസം വിശദമായിട്ട് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസെക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട് ആ ടീച്ചിങ് എന്താണ്. ഈ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു പോയിന്റ് ഇപ്പൊ പറയാം. ഈ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന നമ്മുടെ കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ നിമിഷം തൊട്ട് അപ്പോസ്തലന്മാർ ഏറ്റെടുത്തു. അവർ ചൊല്ലാൻ റിസൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ശിഷ്യന്മാർ റിസൈറ്റ് ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായി 2000 വർഷം റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച്. നെവർ സ്റ്റോപ്ഡ്. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർഗി വറുഗീസ്, പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക, ഇമ്പമിഴും നീൻ ശബ്ദത്തെ നാഥൻ കേട്ടിട്ടാടുകളെ മൂശെ പോൽ കൈവാഴ്ത്തേണം. എന്താ അർത്ഥം എന്നറിയോ? പ്രാർത്ഥനയും സമയം ഇതല്ലോ എന്ന് പറഞ്ഞത് പതിവിൻ പാടി നിൻ കൂട്ടത്തലയ. ഈ കൂട്ടത്തലയായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ അപ്പോസ്തലന്മാർ തൊട്ട് അങ്ങോട്ട് അണിചേരുക. അല്ലാതെ ആ പള്ളിക്കകത്ത് നിൽക്കുന്നവരല്ല. നിങ്ങളുടെ പള്ളി ചിലപ്പോൾ ആള് കുറവായിരിക്കും, 10 പേരോ 15 പേരോ ആയിരിക്കും. ചില പള്ളിയിൽ അത്രയൊക്കെ ആളേ ഉള്ളൂ ഈ പുറത്തൊക്കെ ഉള്ള. നിങ്ങൾ ഒരിക്കലും അതിനകത്ത് ദുഃഖിക്കരുത്. തലമുറകളായിട്ട് ആരാണ്? മുഴുവൻ വിശുദ്ധന്മാരും അണിചേർന്ന് നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് എബ്രായ ലേഖനം 12 എഴുതി വെച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 12 എഴുതിയിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിനും
എബ്രായർ 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന ഇതങ്ങോട്ട് പറയുമ്പോൾ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും എല്ലാം ഇറങ്ങി നിൽക്കുക. വിശുദ്ധ ഗീവറീസ് സഹോദരന്റെ ആത്മാവ് അവിടെ സന്നിഹിതമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പാടിക്കൊടുക്കുന്നത്, പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർഗീവറുഗീസ്. ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നതാണ് ഭാഗ്യം. ഈ സൂര്യന് കീഴിൽ കിട്ടാൻ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അവിടെ നിന്നിട്ട് പറയാണ്, തലമുറകളെ എൻകംപാസ് ചെയ്ത 2000 വർഷത്തിനിപ്പുറത്തെ ആ സ്പാനുള്ള ആ ഒരു കൂട്ടായ്മയാണ്, ഫെലോഷിപ്പാണ്. ആ കൈപൊക്കി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് അപ്പോസ്തലനായ പത്രോസ്, പൗലൂസ്, യോഹന്നാൻ, അന്ത്രയോസ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അന്തിമോസ്, ഈവാനിയോസ്, ഗ്രീഗോറിയോസ്, ബെസേലിയോസ്, അത്താനാസിയോസ്, ജൂലിയോസ് ഇങ്ങനെ വന്ന് നോക്ക്, ഗീവറി സഹദായും പരിശുദ്ധ മാതാവും എല്ലാം ഒരുമിച്ച് നിൽക്കുക. ഇല്ലെന്നോ? ബൈബിൾ എടുത്ത് വായിച്ചോ. അതാണ് പറയുന്നത്, പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. അവിടെ നമ്മൾ നിന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പൂജിതമാണ്, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും തോന്നി. ഇതങ്ങോട്ട് റിസൈറ്റ് ചെയ്യുമ്പം ഈ 2000 വർഷം മുമ്പ് ഇതേ പ്രാർത്ഥന റിസൈറ്റ് ചെയ്ത ആ ഫെലോഷിപ്പിലോട്ട് നമ്മളങ്ങ് ചേരുകയാണ്. അത് സാത്താന് ഭയമാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങളെ പിഴുതു മാറ്റാനാ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത്. ഈ വെളിപ്പാട് ചെത്തുകാരൻ ശശി പറയുന്നു, സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ചെത്തുകാരൻ ശശി കഴിഞ്ഞ ഇടയ്ക്ക് ചെത്ത് നിർത്തി ഉപദേശിയായി. പുള്ളി പറയുക അത് പ്രാർത്ഥിക്കണം. അപ്പൊ ശശിയുടെ കീഴെ പോയിരുന്ന സുറിയാനിക്കാരൻ, ഹല്ലേലൂയ സ്തോത്രം, നമുക്കും പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കണ്ട. ഞാനടക്കം 100 കണക്കിന് ആളുകൾ പെന്തക്കോസ്ത് തടങ്കൽ പാളയത്തിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇവരോട് കൂടെ ചേരണം. ആരോടുകൂടിയാണ്? അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം അവരോട് ചേർന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ആരാധിക്കണം. അവരോട് ചേർന്ന് സ്വർഗീയ അതാണ് ഞങ്ങളുടെ ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശേൽവോസേന്മാർ, സുൽത്തോനിന്മാർ, മൗത്തുവേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നിയെന്ന് കാദീഷ് പാടുന്ന 6 ചിറകുള്ള ശ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാകിൻ This is true worship. Father, Son and Holy Spirit. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദൈവത്തെ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തോട് ചേർന്ന് സ്തുതിക്കുകയാണ്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളോട് ചേർന്ന് സ്തുതിക്കുകയാണ്.
അപ്പോസ്തലന്മാരുടെ അധരങ്ങളിൽ നിന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ വായിൽ നിന്ന് അടർന്നു വീണ ആ പ്രാർത്ഥനാ മൊഴികൾ, അത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചൊല്ലണമെന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതി വെച്ചെങ്കിൽ അത് അതേപടി ഉരുവിട്ട് അപ്പോസ്തലന്മാരുടെ അധരങ്ങളിൽ നിന്ന് അത് ശ്രവണപടത്തിൽ പതിച്ച തലമുറകൾ ചൊല്ലി പകർന്നതെന്ന് പതിഞ്ഞ ആ പ്രാർത്ഥന ഉരുവിട്ട തലമുറകൾ, കടന്നുപോയ ആ തലമുറകൾ, അവർ ഇന്ന് വിശുദ്ധ ഗണത്തോട് ചേർന്ന് നിന്ന് ആരാധനയിൽ സന്നിഹിതരാകുമ്പോൾ ആ ഗണത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾക്ക് ആ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്, സാക്ഷികളുടെ സമൂഹം, ആ ക്ലൗഡ് ഓഫ് വിറ്റ്നസിനോട് നിങ്ങൾക്ക് ചേർന്നോ വേണ്ടോ എന്ന് തീരുമാനിക്കും. ക്ലൗഡ് ഓഫ് വിറ്റ്നസിനോട് ചേരണമെങ്കിൽ ആ പ്രാർത്ഥന ചൊല്ലണം. പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക, ഇമ്പമെഴും നിൻ ശബ്ദത്തെ നാഥൻ കേട്ടിട്ടാടുകളെ മൂശെ പോൽ കൈവാഴ്ത്തേണം. നിന്നെ വരിച്ചൊരു താതന്നും മോർഗീവറുഗീസ്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ. കണ്ടോ? അപ്പൊ ഗീവറി സഹദായെ പറ്റി പാടുമ്പോ അവിടെ പാടുന്ന എന്നതാണ്, സഹദ പാമ്പിനെ കൊന്നെന്നും അല്ലെങ്കിൽ സഹദ സുവിശേഷം അറിയിച്ചെന്നും ഇതൊന്നും അല്ലല്ലോ അവിടെ പാടുന്നത്. അവിടെ പാടുകയാണ് നിന്നെ വരിച്ചൊരു താതന്നും. അതിന്റെ കാര്യം എന്നാ? 1 കൊരിന്ത്യർ 1:31. കാരണം അവൻ നമ്മുടെ നീതി, അവൻ നമ്മുടെ വിശുദ്ധി, അവൻ നമ്മുടെ ജ്ഞാനം, അവൻ നമ്മുടെ വീണ്ടെടുപ്പ്. ഹീസ് അവർ റിഡംഷൻ, ഹീസ് അവർ ഹോളിനെസ്, ഹീസ് അവർ റൈറ്റിയസ്നെസ്, ഹീ ഈസ് അവർ വിസ്ഡം. സോ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അതുകൊണ്ട് സഹദായെ ഓർക്കുമ്പോൾ പോലും പ്രശംസ പോകുന്ന ആർക്കാണ്? പരിശുദ്ധ തൃത്വത്തിനാണ്. നിന്നെ വരിച്ചൊരു താതന്നും മോർഗീവറുഗീസ്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എത്ര വർഷം അതാ നഷ്ടപ്പെടുത്തി ആ നന്മ. ഇവിടെ വന്നിരുന്നു, എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ ആന്ന് മാറും. അതിലും ഭേദം നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തീ എന്നെ കരകയറ്റിയിടണേ. ഹൗ പതറ്റിക് ഇറ്റ് ഈസ്. ഗ്ലോറിയസ് വർഷിപ്പ്, ഗ്ലോറിയസ് ലിറ്ററേച്ചർ. ഹൗ ഗ്ലോറിയസ് ഇറ്റ് ഈസ്. അപ്പൊ ആ ക്രിസ്തുവിലാണ് നമ്മുടെ നീതീകരണം. ആ ക്രിസ്തുവിൽ ദൈവം നമ്മുടെ വിശുദ്ധിയായി, ദൈവം നമ്മുടെ നീതിയായി, ദൈവം നമ്മുടെ ജ്ഞാനമായി, ദൈവം നമ്മുടെ വീണ്ടെടുപ്പായി. 4 കാര്യങ്ങൾ. ഹീസ് അവർ വിസ്ഡം, ഹീസ് അവർ റൈറ്റിയസ്നെസ്, ഹീസ് അവർ ഹോളിനെസ് ആൻഡ് ഹീസ് അവർ റിഡംഷൻ. സോ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കർത്താവിലുള്ള പ്രശംസയാണ് ഈ മാമോദിസായിൽ നടക്കുന്നത്. ആ കർത്താവിലുള്ള പ്രശംസ, അതാണ് മാമോദിസായിൽ നടക്കുന്നത്. അതാണ് അവിടെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ വിശ്വാസത്താൽ, ഗോഡ്സ് ഫെയ്ത്ത്, ദൈവത്തിന്റെ വിശ്വാസത്താൽ ഉളവായ നീതി നമ്മുടെ ജീവനെ നിർവചിക്കുന്നു. ദ റൈറ്റസ്നെസ് ബൈ ഗോഡ്സ് ഫെയ്ത്ത് ഡിഫൈൻസ് അവർ ലൈഫ്. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസത്താൽ ഉളവായ നീതിയാണ് നമ്മുടെ ജീവനെ നിർവചിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ നീതിക്ക് വേണ്ടിയാണ് ഉയർപ്പിച്ചത്. ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ആരുടെ വിശ്വാസം മൂലമാ? നിങ്ങൾ പറയൂ, ആരുടെ വിശ്വാസം മൂലമാ ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്? എനിക്കൊരു നീതീകരണം ഉണ്ടെങ്കിൽ, എനിക്കൊരു നീതി ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ക്രിസ്തു ഉയർത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ക്രിസ്തു, റോമാലേഖനം വായിച്ചു നോക്കൂ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ആരുടെ വിശ്വാസമാ? അതാരുടെ വിശ്വാസമാ? അത് യേശുവിന്റെ പുത്രന്റെ വിശ്വാസമാ. കാരണം പുത്രൻ പറഞ്ഞു, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവ് എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. പിതാവ് പരിശുദ്ധ റൂഹായും കൂടെ ചേർന്ന് മനുഷ്യന്റെ അന്ധകാരത്തിന്റെ, മരണത്തിന്റെ കവാടത്തിലൂടെ പ്രവേശിച്ച് മനുഷ്യന്റെ ഏറ്റവും അന്ധകാരത്തിലേക്ക്, ദ ഡാർക്ക്നെസ് ഓഫ് ദ ലോസ്റ്റ്നെസ് ഓഫ് മാൻ, മനുഷ്യൻ നഷ്ടപ്പെട്ടതിന്റെ അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ ചെന്ന് പുത്രനെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്നു.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ പറയുന്നത്, ദൈവം അവനെ ഉയർപ്പിച്ചു, പിതാവ് അവനെ ഉയർപ്പിച്ചു. എന്നാൽ പൗലോസ് ശ്ലീഹ റോമാലേഖനം എഴുതുമ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നു, ഞാൻ തനിയെ ജീവനെ പ്രാപിക്കുന്നു. അപ്പോ ഈ റിസറക്ഷൻ ഹാസ് ഹാപ്പൻഡ്. പത്രോസിന്റെ ഭാഷയിൽ അത് പിതാവായ ദൈവം, പൗലൂസിന്റെ ഭാഷയിൽ അത് പുത്രനായ ദൈവം, പത്രോസിന്റെ ഭാഷയിൽ അത് പിതാവായ ദൈവം, പൗലൂസിന്റെ ഭാഷയിൽ അത് പരിശുദ്ധാത്മാവായ ദൈവം, യോഹന്നാൻ ശ്ലീഹായുടെ ഭാഷയിൽ അത് പുത്രനായ ദൈവം. അതാണ് ട്രിനിറ്റി ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. ട്രിനിറ്റി, ഇറ്റ് ഈസ് ആക്ഷൻ ഓഫ് ട്രിനിറ്റി. അത് ഹോളി ട്രിനിറ്റിയുടെ ആക്ഷൻ ആണ്. നമുക്കൊന്നും പ്രശംസിക്കാനില്ല. ഒന്നും പ്രശംസിക്കാനില്ലാത്തവൻ ശിശുക്കളെ മാമോദിസ മുക്കും. നമുക്കെന്നാ പ്രശംസ? ഒരു മാമോദിസം നടത്തിയിട്ട് അവിടെ ഇരുന്ന് കരയണം, അറിയോ? ഹീസ് അവർ വിസ്ഡം. മാമോദിസം നടത്തുന്ന എന്നെ കേൾക്കുന്ന ഓരോ അച്ഛന്മാരും ആ മാമോദിസം നടത്തിയിട്ട് ആ മാമോദിസം തൊട്ടിട്ട് താഴെ ഇരുന്ന് കരയണം. എന്നിട്ട് പറയണം, ഹീസ് അവർ വിസ്ഡം, ഹീസ് അവർ റൈറ്റസ്നെസ്, ഹീസ് അവർ റിഡംഷൻ, ഹീസ് അവർ ഹോളിനെസ്. സോ ബലഹീനനായ എന്നെ ഈ മഹൽ കൃത്യം ചെയ്യാൻ ദൈവം ശക്തിപ്പെടുത്തി. ദാറ്റ്സ് ഇറ്റ്. വെസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിൽ തുടങ്ങുക. മനുഷ്യനിൽ ഇവിടെ എവിടെയാണെന്നറിയോ? എന്റെ നീതിയുടെ ആധാരം എന്റെ കർത്താവിന്റെ വിശ്വാസമാ. ആ വിശ്വാസത്താൽ അവൻ തന്റെ പ്രാണനെ വെച്ചുകൊടുത്തു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് ചേർന്ന് മനുഷ്യന്റെ അന്ധകാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. റിഡംഷൻ ഹാസ് ഹാപ്പൻഡ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, ദ ഓഥർ ഓഫ് ഫെയ്ത്ത്. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ഫെയ്ത്ത്? വിശ്വാസത്തിന്റെ രചയിതാവ്, ഓഥർ ഓഫ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് നൺ ബട്ട് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊന്നുമല്ല, എന്റെ വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. അപ്പൊ പിന്നെ സ്റ്റാർട്ടിങ് ഓക്കെ, നായകൻ. ബാക്കി ആരാ? ഞാനാണോ? നോ 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 നോ. പൂർത്തി വരുത്തുന്നതുമാരാണ്? യേശു. ഈ വാക്യം വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവാണ്. ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ, ആത്മീകാർത്ഥത്തിൽ, സർവ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ലിറ്റർജിയും പ്രാക്ടീസും നടത്തുന്ന സഭയാണ് ഓർത്തഡോക്സ് വിശ്വാസം. ഓർത്തഡോക്സിയിൽ വിശ്വാസത്തിന്റെ നായകനും യേശുവാണ്, പൂർത്തി വരുത്തുന്നതും യേശുവാണ്. നാശകരമായ വെസ്റ്റേൺ ഗോസ്പലിലാണ് നിങ്ങളുടെ വിശ്വാസം. അത് നിങ്ങൾ നോക്കിക്കൂ. അവൻ നമ്മുടെ നീതീകരണം, അവൻ നമ്മുടെ വിശുദ്ധീകരണം. അപ്പം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്ക് 2:4. ഹബക്കൂക്കാണ് എഴുതിയത്. ഏതാണ്? ദൈവത്തിന്റെ നീതി കൊണ്ടുവരുന്ന, ദൈവത്തിന്റെ വിശ്വാസം കൊണ്ടുവരുന്ന നീതി നമ്മുടെ ജീവനെ നിർവചിക്കുന്നു. നമ്മുടെ ജീവനെ നിർവചിക്കുന്നു. വാട്ട് എ വണ്ടർഫുൾ ഗോസ്പൽ ഇറ്റ് ഈസ്. ദൈവത്തിന്റെ നീതി. ഇപ്പൊ ഹബക്കൂക്ക് ഇത് എഴുതി എന്ന് പറയുമ്പോൾ നമ്മൾ ഹബക്കൂക്ക് എന്തുകൊണ്ടാണ് അത് എഴുതുന്നത്? അപ്പൊ ഹബക്കൂക്ക് എന്ന് പറഞ്ഞ പ്രവാചകനെ നമുക്കറിയാം, ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ്. ഈ ഹബക്കൂക്ക് പ്രവാചകൻ ആരായിരുന്നു? നമുക്ക് എലീഷ പ്രവാചകൻ അറിയാം. എലീഷ പ്രവാചകന്റെ കാലത്ത് മക്കളില്ലാത്ത ഇരുന്ന ഒരു ശൂനേംകാരത്തി. ആ ശൂനേംകാരത്തിയുടെ അടുത്ത് എലീഷ പറയുന്നുണ്ട്, അടുത്ത വർഷം നീ ഒരു ആൺകുഞ്ഞിനെ അണയ്ക്കും. യു വിൽ എംബ്രേസ് എ സൺ. ആലിംഗനം ചെയ്യും. അടുത്ത വർഷം അവളുടെ മാറിടത്തിൽ ഒരു കുഞ്ഞുണ്ടായി. പിന്നീട് ആ കുഞ്ഞ് മരിച്ചു പോകുന്നുണ്ട്. നമ്മൾ ആ കഥയെല്ലാം അറിയാവുന്ന. മരിച്ചുപോയി കഴിയുമ്പോൾ എലീഷയെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എലീഷ ചെന്ന് ആ ആൺകുട്ടിയുടെ മുകളിൽ കയറി കിടക്കുകയാണ്. മുകളിൽ കയറി കിടന്നിട്ട് അതിന്റെ മുഖത്തിന് നേരെ മുഖം വെച്ചു. ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം ചേർത്ത് വെച്ചു. ആ കുഞ്ഞ് ജീവിച്ചെഴുന്നേറ്റു. ഇറ്റ് വാസ് എ പ്രോഫറ്റിക് ആക്ഷൻ. അങ്ങനെ ആ ജീവിച്ചെഴുന്നേറ്റ ആ ശൂനേംകാരത്തിയുടെ മകനാണ് പിൽക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകനായത്.
ഹബക് എന്ന് പറഞ്ഞാൽ എംബ്രൈസ്, ആലിംഗനം എന്നാണ് അർത്ഥം. ഹബക് കാരണം 2 പ്രാവശ്യം ഡബിൾ എംബ്രൈസ് ആണ്. കാരണം ആ സ്ത്രീ ആ കുഞ്ഞിനെ ആലിംഗനം ചെയ്തു കിട്ടിയപ്പോ. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ 2ാം വട്ടം ഡബിൾ എംബ്രൈസ് ആണ്. 2ാം വട്ടത്തെ ആലിംഗനം ഈ എലീഷ ഇന്ന് ആലിംഗനം ചെയ്യുകയാണ്. ഹബക്കൂക്ക് ഡബിൾ എംബ്രൈസ് ആണ്. നമുക്ക് ഡബിൾ എംബ്രൈസ് ആണ്. വി വെർ ഇൻ ക്രൈസ്റ്റ് ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്, ബട്ട് വി വെർ ലോസ്റ്റ് ഇൻ ആദം, ബട്ട് അഗൈൻ ഗോഡ് സെൻഡ് ഹിസ് സൺ. എന്തിനാണ്? ടു മേക്ക് us again ഫേസ് ടു ഫേസ് വിത്ത് ഹിം. അവനോട് വീണ്ടും മുഖാമുഖമാക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ വന്ന് കണ്ടു. അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതിന്റെ റൂട്ട് ലാംഗ്വേജിലെ അർത്ഥം അതൊന്നും അല്ല. നമ്മൾ കേൾക്കുമ്പോൾ മതത്തിന്റെ ഭാഷയിൽ കേൾക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ചെന്ന് അവനെ ഗ്രഹിച്ചറിയുന്നവൻ, അവനെ തിരിച്ചറിയുന്നവൻ, ഈ ഒറിജിനൽ റിയൽ ഇമേജ് ഇതാണ് എന്റെ റിയൽ ഇമേജ്, ഈ ക്രൈസ്റ്റിൽ അത് കണ്ടെത്തുന്നവൻ ദൈവത്തിന്റെ പൈതൽ എന്ന ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുകയാണ്. ദാറ്റ് ഈസ് ദ മിറക്കിൾ ഇൻ ഗോസ്പൽ, മാജിക് ഇൻ ഗോസ്പൽ. അതാണ് സുവിശേഷത്തിന്റെ വിസ്മയം, സുവിശേഷത്തിന്റെ അത്ഭുത മുഹൂർത്തം. ആ തിരിച്ചറിവാണ്, ആ കോൺഷ്യസ് അവയർനെസ് ആണ്. അവന്റെ നാമത്തിൽ, അവന്റെ നാമം എന്ന് പറഞ്ഞാൽ ആരാണ്? അവന്റെ നാമം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യ കുലത്തിന്റെ നാമമാണ്. മനുഷ്യ കുലത്തിന്റെ നാമമാണ്. ഞാൻ പറയും, നിങ്ങൾ ഓർക്കതൊക്കെ വെറുതെ പറയുക. ഇറ്റ് ഈസ് റെവലേഷൻ. റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെവലേഷൻ അല്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 3:14 എഴുതുന്നു, ആത്മനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്ന് പറഞ്ഞാൽ വി ഹാവ് ഗോട്ട് എ സർനെയിം. അവന്റെ നാമം മനുഷ്യകുലത്തിന്റെ നാമമാണ്. മനുഷ്യകുലത്തിന്റെ നാമം അതാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ട്രൂ ഇമേജിൽ, ട്രൂ ഐഡന്റിറ്റിയിൽ, ട്രൂ ഡിസൈനിൽ വിശ്വസിക്കുക. വിച്ച് വാസ് ദ ട്രൂ ഡിസൈൻ ഓഫ് മാൻ. നമ്മുടെ ട്രൂ ഡിസൈനിലേക്ക് തിരിച്ചറിയുക. ആ ട്രൂ ഡിസൈൻ എന്താണ്? പ്യുവർ ലവ് ആണ്. പ്യുവർ ലവ്. ആ ലവിലേക്ക് നമ്മൾ എത്തുക. ആ ലവിലേക്ക് എത്താനുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ഓർത്തഡോക്സി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് കുറിയലായിസോൻ. ഒത്തിരി പേര് പരാതി പറയാറുണ്ട്, കരുണ ചെയ്യണമേ, തരണമേ ഞങ്ങൾക്ക് കാരണം നമ്മിൽ ആ ക്രിസ്തു വസിക്കുകയാണ്. ആരാണ്? ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. പക്ഷേ എന്നിലുണ്ടായിട്ടും എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നിലുള്ള ക്രിസ്തുവിനെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ലോകത്തുള്ള സകല മനുഷ്യരിലും ക്രിസ്തു വസിക്കുന്നുണ്ട്. ത്രിത്വ ചൈതന്യം വസിക്കുന്നു. പക്ഷെ ആ ത്രിത്വ ചൈതന്യത്തെ നമ്മൾ കാണുന്നില്ല. ആ ത്രിത്വ ചൈതന്യത്തെ കാണുക. നിന്റെ തൊട്ടടുത്തുള്ള അയൽക്കാരനിൽ നീ ക്രിസ്തുവിനെ കണ്ടെത്തുക. ക്രിസ്തുവിനെ കണ്ടെത്തുക. നിന്നേക്കാൾ എളിയവനിൽ ക്രിസ്തുവിനെ കണ്ടെത്തുക. അതിന് നമ്മൾ ഹമ്പിളാകേണ്ടതുണ്ട്. നമ്മൾ തകർക്കപ്പെടേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളിലുള്ള ക്രിസ്തുവിനെ മറ്റൊരാൾ കാണാതെ നമ്മൾ മൂടി വെക്കുകയാണ്. ലെറ്റ് അതേഴ്സ് സീ ക്രൈസ്റ്റ് ഇൻ മീ. നിന്നിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണട്ടെ. അപ്പം നമ്മളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുക, നമ്മൾ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുക. ഈ 2 പ്രക്രിയ, ഇതാണ് ട്രൂ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രാർത്ഥനകളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞാലും പിന്നെയും പറഞ്ഞു, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അച്ഛനോ എത്രാണ് നമ്മൾ വിചാരിക്കുന്ന അത്ര പാപം ചെയ്തെന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ആ ക്രിസ്തു കൂടുതലായി വെളിപ്പെടാനുണ്ട്. ക്രിസ്തു വെളിപ്പെടാനുണ്ട്. ഇതാണ് ഗോസ്പൽ, ട്രൂ ഇമേജിലേക്കുള്ള മടക്കയാത്ര. വി വെയർ ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. ആ ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ് ആയിരുന്ന നമ്മൾ അതിലേക്ക് മടങ്ങിപ്പോവുക. അതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആ യാത്രയാണ് നമ്മുടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ യാത്രയാണ്. ആ യാത്രയാണ് ട്രൂ ഫെയ്ത്ത്, ദാറ്റ് ഈസ് ട്രൂ ഓർത്തഡോക്സി. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിവൺ.
നമ്മൾ ആ സത്യത്തിലേക്ക് കണ്ണുകൾ തുറക്കപ്പെടുക, ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് മാറുക. ഇത് മതത്തിന് അതീതമായി, വിഭാഗങ്ങൾക്ക് അതീതമായി, എല്ലാത്തിനും അതീതമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നിങ്ങളെ കാണാത്തത്. ഈ സുറിയാനി സഭയിൽ നിന്നുള്ള ആളുകൾ വീട് വീടാന്തരം ഡോർ ടു ഡോർ സെയിലായിട്ട് ഇങ്ങനെ സുവിശേഷം വേണോ എന്ന് ചോദിച്ച് നടക്കാത്തത്. അത് സുവിശേഷീകരണത്തിലുള്ള സഭയുടെ പരാജയമായിട്ടൊക്കെ ചിലർ കാണുന്നുണ്ട്. അതിൽ തന്നെയുള്ള ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ സഭ സുവിശേഷീകരണത്തിൽ വളരെ പുറകിലാണ്, ഇതാണ്. ഈ അമേരിക്കയിലുള്ള ഒരു ഓർത്തഡോക്സ് സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒത്തിരി പരാതി പറഞ്ഞു, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ശുഷ്കാന്തി. ഞാൻ നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നു? വെസ്റ്റേൺ ഗോസ്പൽ നോ. നീ യേശുവിനെ കൈക്കൊള്ളൂ എന്ന് ഒരാളോട് പറയുന്ന നല്ല സുവിശേഷം. യേശു നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു, യേശു നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഗോസ്പൽ, അതാണ് വലിയ വാർത്ത. നിനക്ക് യേശുവിനെ സ്വീകരിക്കും. ഇന്നുവരെ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല, കേട്ടിട്ടുമില്ലാത്ത ഒരു യേശുവിനെ സ്വീകരിച്ചോളാൻ പറയുന്ന നല്ല സുവിശേഷം. യു ആർ അക്സെപ്റ്റഡ്, യു ആർ ഇൻക്ലൂഡഡ്. ദാറ്റ് ഈസ് ഗോസ്പൽ. അപ്പൊ ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഞാൻ പെന്തക്കോസ്ത് സഹോദരങ്ങളോടുള്ള കലഹം അവസാനിപ്പിച്ചിട്ടില്ല. എനിക്ക് ആ പാട്ട് വേണം. ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് അഭിലാഷ് ആൻഡ് പാസ്റ്റർ അനിൽ രണ്ടുപേരാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെന്ന്. നിങ്ങൾക്ക് പാട്ടുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഞാൻ തമാശ പറഞ്ഞു കേട്ടോ. നിങ്ങൾ പാടിയാലും പാടിയില്ലേലും, നിങ്ങൾ സ്തോത്രം ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഒന്നും ചെയ്തില്ലെങ്കിലും, യു ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്ലോറിയസ് ഗോസ്പൽ. യു ആർ അക്സെപ്റ്റഡ്. നിങ്ങൾ ക്രിസ്തുവിൽ ബഹുമാന്യരാണ്, പ്രിയരാണ്, നിങ്ങൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരാൻ വേണ്ടി നിങ്ങളെ ഞാൻ ചുണ്ടി പിടിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ണു തുറന്ന്, കാരണം ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ്. എന്തിനാണ്? ഈ സോ ദാറ്റ് ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ മൈറ്റ് നോട്ട് ഷൈൻ അപ്പോൺ ദെയർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ പ്രഭു ചില ട്രിക്കൊക്കെ നടത്തുന്നുണ്ട്. സോ ഏതായാലും നിങ്ങൾ പാട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ, സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസ്തുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. നമ്മൾ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ ഇതുപോലെയുള്ള മറ്റ് സഭകളിൽ അല്ലെങ്കിൽ മറ്റു കൂട്ടങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള മാനുഷികമായി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, അത്ഭുത പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിനേക്കാൾ ഓർത്തഡോക്സിയിലേക്ക് വന്നു കഴിയുമ്പം അവിടെ നമ്മൾ വിശുദ്ധന്മാരെയും സ്ലീഹന്മാരെയും സഹദേന്മാരെയുമാണ്. ഈ വിശുദ്ധന്മാർക്കും സ്ലീഹന്മാർക്കും സഹദേന്മാർക്കും പ്രാദേശിക താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും അവരോടൊരു അപേക്ഷ നടത്തിയാലും അവരും നിങ്ങളുടെ പുറകെ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടത്തില്ല, നിങ്ങളുടെ സ്വത്ത് കവർ ചെയ്യത്തില്ല, നിങ്ങളെ കൊണ്ട് ജാമ്യം നിർത്തിക്കത്തില്ല,
നിങ്ങളെ കൊണ്ട് ലോൺ എടുത്ത് ആ ലോണും കൊണ്ട് മുങ്ങത്തില്ല. ഇങ്ങനെയുള്ള യാതൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. പക്ഷെ അപ്പുറത്ത് അതെല്ലാം ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന പണം അല്ലെങ്കിൽ ഇടുന്ന സ്തോത്ര വഴിപാടുകൾ അവർക്കും അവരുടെ മക്കളുടെ വെൽബീയിങ്ങിനും വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടും. ഏതെങ്കിലും വസ്തുക്കളോ സ്വത്തുക്കളോ കെട്ടിടങ്ങളോ ഉണ്ടായെങ്കിൽ തന്നെ അത് അവരുടെ പേരിലുള്ള പ്രൈവറ്റ് ട്രസ്റ്റായി മാറും. പക്ഷെ നിങ്ങൾ ഇപ്പുറത്ത് നോക്ക്, ഇപ്പുറത്തൊരു സഭയിൽ നിങ്ങളൊരു 100 രൂപ ഇട്ടാൽ ആ 100 രൂപ ആ ദേശത്തിന് വെളിച്ചമായി വിളക്കായി മാറും. ഒരു ആതുരാലയമായിട്ടോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടോ ഒക്കെ മാറും. പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും ഇവരുടെ മക്കളും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നത് കണ്ട് നമുക്ക് ചുമ്മാ അങ്ങ് അഭിമാനിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ അഭിമാനിക്കാൻ അവർ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. വൃഥ അഭിമാനിക്കുക, ഞങ്ങളുടെ മാസ്റ്റർ ബിസിനസ് ക്ലാസ്സിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കേട്ടോ, ഇന്നലെ കൊലാലംപൂരായിരുന്നു, നിനക്ക് തന്നെ വിശേഷം. ലോകത്തിന്റെ വെളിച്ചമാവുക. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പ് കൂട്ടങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. അതൊന്നും ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല. ട്രൂ ക്രിസ്ത്യാനിറ്റി ലോകത്തിന് വെളിച്ചമാവുക എന്നുള്ളതാണ്. ലോകത്തിന് വെളിച്ചമാവുക എന്നുള്ള ധർമ്മം ശരിയാം വിധത്തിൽ നിർവഹിക്കുന്നത് ഇവിടുത്തെ അപ്പോസ്തോലിക സഭകളാണ്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും മാർത്തോമ സഭയും അങ്ങനെയുള്ള സഭകളാണ്. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക. മറ്റേതല്ല സ്വകാര്യ സംഘടനകളാണ്, സ്വകാര്യ വ്യക്തികളുടെ മാളങ്ങളാണ്. സ്വകാര്യ വ്യക്തികളുടെ മാളങ്ങൾക്കകത്ത് പോയി ജീവനും സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. നാൽപ്പതു നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദീനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. കടൽ കൂപാമഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകി